السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. صلاة على نور وجودي وآله وأصحاب بدر ثم كل الصحابة وعلى أمة سيدنا مولانا محمد. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلة حيلتي أدركني. ബഹുമാനവും സ്നേഹവും നിറഞ്ഞ പ്രിയപ്പെട്ട ഉസ്താദന്മാരെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, മഹത്തായ നമ്മുടെ സംഘടന SSF പഞ്ചിക്കൽ യൂണിറ്റ് നടത്തുന്ന മഹത്തായ മഹദറത്തുൽ ബദരിയ വാർഷികം, അതോടനുബന്ധിച്ച് നടക്കുന്ന 2 ദിവസത്തെ പരിപാടി. ആദ്യത്തെ ദിവസമായ ഇന്ന് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ബഹുമാനപ്പെട്ട നൗഫൽ സഖാഫി ഉസ്താദ് കളസ, അല്ലാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് കാലം മഹത്തായ ഇൽമും പരിശുദ്ധമായ ദീനിന്റെ അറിവുകളൊക്കെ നല്ല രൂപത്തിൽ തന്നെ പറയാനും അത് കേൾക്കാനും ഒക്കെ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ ഈ സദസ്സിൽ മഹത്തായ ബുർദ മജ്ലിസ് നടക്കുകയാണ്. നമ്മൾ ഉദ്ദേശിച്ച പരിപാടിയുടെ ചെറിയ ഷെഡ്യൂളൊക്കെ വ്യത്യാസപ്പെട്ടത് നമുക്ക് അറിയാം. ഇൻഷാ അല്ലാഹ് ഉസ്താദ് വരുന്നത് വരെ വെറുതെ ആവണ്ട എന്ന് കരുതിയിട്ടാണ് ഞങ്ങളുടെ മുമ്പിൽ നിന്നിട്ടുള്ളത്. ധാരാളം ദീനി അറിവുകൾ അത് പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ ധാരാളമായി പകർത്തുന്ന ഒരു നല്ല ഒരു സൗഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ശഅബാൻ മാസം, ഇനി വരാൻ പോകുന്നത് പരിശുദ്ധമായ റമദാൻ ശരീഫാണ്. കഴിഞ്ഞ മാസം റജബ് മാസം എല്ലാ വർഷവും ഇതുപോലെ പരിശുദ്ധമായ റമദാൻ കടന്നു വരുന്ന 2 മാസം മുമ്പ് ഞാനും നിങ്ങളും അടങ്ങുന്ന മുസ്ലിം സമൂഹം എല്ലാ ദുആകളിലും, പ്രത്യേകിച്ച് 5 നേരത്തെ നിസ്കാരം, അത് കഴിഞ്ഞ ഉടനെയുള്ള ആ മഹത്തായ ദുആയിലൊക്കെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, പടച്ചവനെ ഞങ്ങൾക്ക് നീ റജബ് മാസത്തിലും ശഅബാൻ മാസത്തിലും ധാരാളം നീ ബറക്കത്ത് ചെയ്യണം എന്ന് നാം ഒക്കെ ദുആ ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ധാരാളം ബറക്കത്ത് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ആ ദുആ നിർത്താതെ മറ്റൊരു ദുആ അതിലൂടെ നമ്മൾ ദുആ ചെയ്യുകയാണ്. വബല്ലിഗ്നാ റമളാൻ. ഈ 2 മാസത്തിൽ ബറക്കത്ത് ചെയ്യുന്നതോടൊപ്പം അത് മാത്രമല്ല നമ്മുടെ ആഗ്രഹം പരിശുദ്ധമായ റമളാനിനെ നല്ല നിലക്ക് എത്തിക്കാൻ സാധിക്കണം.
ഈ റജബ് മാസത്തിലും ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിലൊക്കെ നമ്മളെപ്പോലെ ദുആ ചെയ്ത ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അവരിൽ ഒരുപാട് ആളുകളൊക്കെ ഈ പരിശുദ്ധമായ റജബ് മാസത്തിലും ശഅബാൻ മാസത്തിലുമൊക്കെ അവർ മരണപ്പെടുകയുണ്ടായി. അല്ലാഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ഇതിൽ നിന്ന് ഞാനും നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഈ ദുആ ഇത് വലിയ നമ്മുടെ ആഗ്രഹത്തിന്റെ ദുആകളാണ്, വലിയ പ്രതീക്ഷയുടെ ദുആകളാണ് ഇതൊക്കെയും. കഴിഞ്ഞുപോയ ഓരോ പരിശുദ്ധമായ റമദാനിന്റെ മുമ്പും ഇതുപോലെ ദുആ ചെയ്ത് റമദാനിനെ എത്തിച്ച എനിക്കും നിങ്ങൾക്കും ഈ ദുആ ചെയ്തതിന്റെ ഫലമായോ മറ്റോ അല്ലാഹു തആല നമ്മുടെ ആയുസ് ഒരു റമദാനിലേക്ക് നൽകിയെങ്കിൽ ആ റമദാനിൽ ഞാനും നിങ്ങളും എന്ത് ചെയ്തു എന്ന് സ്വന്തം നഫ്സിനോട് ഞാൻ എന്റെ നഫ്സിനോട് വിലയിരുത്തുന്നതോടൊപ്പം നിങ്ങൾ നിങ്ങളെ നഫ്സിനോട് വിലയിരുത്തണം മുഅ്മിനീങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും ഈ സമയം വരെ ഉള്ള ഈ ആയുസ് അല്ലാഹു തആല നീട്ടിത്തന്നത് അല്ലാഹുവിന് ധാരാളം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പരിശുദ്ധമായ റമദാനിൽ മാത്രമല്ല, എല്ലാ ദിവസവും എല്ലാ മാസവും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ പരിശുദ്ധമായ നിസ്കാരം, ആ നിസ്കാരത്തിന്റെ വിഷയത്തിൽ വളരെ ഗൗരവത്തോടുകൂടി ഞാനും നിങ്ങളും നിർവഹിക്കേണ്ട വലിയ ഒരു അമലാണ്. കഴിഞ്ഞ പരിശുദ്ധമായ റജബ് മാസം നമുക്കറിയാം, ആ റജബ് മാസത്തിന് വലിയ ബഹുമാന ആദരവുകളുണ്ട്. എന്താണ് ആ റജബിന്റെ ബഹുമാന ആദരവുകളിൽപ്പെട്ട ഒന്ന്? നമ്മളൊക്കെ വലിയ ആവേശത്തോടുകൂടി അന്നത്തെ രാത്രി ധാരാളം നല്ല കാര്യങ്ങൾ പറയുകയും ചൊല്ലുകയും ദുആ ചെയ്യുകയൊക്കെ ചെയ്ത റജബ് 27-ന്റെ ഇസ്റാ മിഅ്റാജ് എന്ന് അറിയപ്പെടുന്ന ആ ദിവസം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിലോകത്ത് അവന്റെ സൃഷ്ടികളിൽ ഒരാൾക്കും നൽകാത്ത വലിയ സൗഭാഗ്യം, വലിയ ആദരവ് നൽകിയ ആ പ്രത്യേകമായ ആ ദിവസം അല്ലാഹുവിന്റെ ഒരുപാട് അമ്പിയാക്കൾ, നമുക്കറിയാം അല്ലാഹുവിന്റെ അടിമകളിൽ ഏറ്റവും ബഹുമാനവും ആദരവുമുള്ളവരാണ് മഹാന്മാരായ അമ്പിയാക്കൾ, അമ്പിയാ മുർസലീങ്ങൾ. ആ അമ്പിയാ മുർസലിങ്ങളിൽ നിന്ന് ഏറ്റവും ബഹുമാനമുള്ളവരാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്, നമ്മൾ വലിയ ഭാഗ്യം സിദ്ധിച്ചവരാണ്. ഞാനും നിങ്ങളടക്കമുള്ള ഖിയാമത്ത് നാൾ വരെ വരുന്ന ഈ ഉമ്മത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തികളാണ് ഞാനും നിങ്ങളൊക്കെ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ ആദരവ് നൽകിയ പരിശുദ്ധമായ റജബ് മാസത്തിലുള്ള ആ ഇസ്റാ മിഅ്റാജിന്റെ രാത്രി, ആ രാത്രിയിൽ വെച്ചുകൊണ്ട് ഈ പറയപ്പെട്ട നമ്മളൊക്കെ വലിയ ഗൗരവത്തോടുകൂടി കാണേണ്ട ആ വിഷയം, മഹത്തായ നിസ്കാരം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് ക്ഷണിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചുകൊണ്ട് നൽകിയ ആ മഹത്തായ നിസ്കാരം. സാധാരണ നമ്മുടെ ഉസ്താദന്മാരുടെ വഅദുകളിലൊക്കെ കേൾക്കുന്നവരാണ് ഈ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് ക്ഷണിച്ചുകൊണ്ട് അവിടുന്ന് ഏൽപ്പിച്ചു കൊടുത്ത ആദ്യമായി 50 വക്ത് നിസ്കാരം അല്ലാഹു തആല അവിടുത്തെ വാജിബാക്കിയെങ്കിൽ പിന്നീട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ച് ആ പരിശുദ്ധമായ നിസ്കാരത്തിന്റെ എണ്ണം കുറച്ച് ഇന്ന് കാണുന്ന രൂപത്തിൽ 5 വക്തായിട്ടാണ് അല്ലാഹു തആല നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. നമ്മളെ പ്രതീക്ഷിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളെ സദസ്സിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാഹ്. ഞാനും ഉസ്താദും ഇതുപോലെ തന്നെ വേറെയും 2-3 സദസ്സുകളിൽ ഇതുപോലെ കൂടാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലെ തന്നെ ഉസ്താദിനെ തക്ബീർ ചൊല്ലിയിട്ട് സ്വീകരിക്കാനല്ല അല്ലാഹു തആല നമുക്ക് സൗഭാഗ്യം നൽകിയിട്ടുണ്ട്. അല്ലാഹു ഉസ്താദിന്റെ ഇൽമിലും ഉസ്താദിന്റെ ജീവിതത്തിലൊക്കെ അല്ലാഹു വലിയ ബർക്കത്ത് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഉദ്ദേശിച്ചത് കുറച്ചുകൂടി വൈകിട്ടാണ് ഉസ്താദിനെ കരുതിയതെങ്കിലും വേറെ ഒരു അത്യാവശ്യം അത് മഹാനായ ഷെയ്ഖുന ഉസ്താദ് അവറുകൾ പിന്നെ പറഞ്ഞതനുസരിച്ച് ഉസ്താദിന് പോകാൻ ഉള്ളത് കൊണ്ട് ഏതായാലും നമുക്ക് ഏത് സമയത്ത് വന്നെങ്കിലും സന്തോഷം തന്നെ. ഇൻഷാ അല്ലാഹ് ഉസ്താദ് നമുക്ക് നല്ല നിലക്ക് ഉപദേശങ്ങളൊക്കെ പറയും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉസ്താദ് വരുന്നത് വരെ മാത്രം അല്പം വിഷയങ്ങൾ മാത്രം സംസാരിക്കുമെന്ന് പറഞ്ഞതുപോലെ ഇൻഷാ അല്ലാഹ് മഹത്തായ നിസ്കാരത്തിന്റെ വിഷയം പ്രത്യേകിച്ച് ഈ റജബ് കഴിഞ്ഞ് ശഅബാൻ മാസത്തിൽ നമ്മളുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് ഈ മാസത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണ് ശഅബാൻ 15 ബറാഅത്ത് ദിവസം. നമ്മളൊക്കെ വേറെ ഏത് ദിവസവും ചിലപ്പോ ആൾക്കാർ ആ സദസ്സിൽ വരാൻ വേണ്ടിയിട്ട് മടിക്കുന്നുണ്ടെങ്കിലും ശഅബാൻ 15 അന്നത്തെ സദസ്സ് ഏത് തെമ്മാടികളായ ആളുകളാണെങ്കിലും വരെ അന്ന് വലിയ പ്രതീക്ഷയോടുകൂടിയിട്ട്, കാരണം അന്നാണ് ഒരു മനുഷ്യന്റെ റിസ്ക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ബജറ്റ് അവതരിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊക്കെ അന്ന് യാസീൻ ഓതുന്നു, മറ്റുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു ദ്വാരക്കുന്നവരാണ്. കഴിഞ്ഞ ശഅബാൻ 15 നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ, ഞാൻ മനസ്സിലാക്കുന്നത് ഈ മഹല്ലത്തിന്റെ മുത്തലിബ് എന്ന ചെറുപ്പക്കാരന് മരണപ്പെട്ടത് ആ ശഅബാനിന്റെ പിന്നെ ആയിരിക്കും. അവരടക്കം മരണപ്പെട്ടുപോയ ആളുകൾ അല്ലാഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ സദസ്സ്, നേരത്തെ ഉസ്താദ് പറഞ്ഞു, ഈ സദസ്സിന് വേണ്ടി നമുക്കറിയാം ഈ പഞ്ചിക്കല്ല് മഹല്ല്, ഇവിടത്തെ പേര് തന്നെ മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങളുടെ പേരിലാണ് ഈ മഹല്ല് തന്നെ അറിയപ്പെടുന്നത്. ആ മഹാന്റെ ബർക്കത്ത്, അവിടുത്തെ ആ പൊരുത്തം പലപ്പോഴും ഞാൻ പറയാറുണ്ട്. ഇവിടുത്തെ പള്ളിയും ഇവിടുത്തെ മദ്രസയും ഈ കാണുന്ന ചുറ്റുഭാഗങ്ങൾ, അതിന്റെ പുറമെ ഈ മഹല്ലത്തിൽ ഒരുപാട് പുതിയ വീടുകളൊക്കെ വന്ന് പഴയ മഹല്ല് പോലെയല്ല, ഇന്ന് ഒരുപാട് കുടുംബം നല്ല ബർക്കത്തുള്ള ഒരു നാടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു തആല ഇനിയും ഒരുപാട് ബർക്കത്ത് അല്ലാഹു ചൊരിച്ചു തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന്, ആ പരിശുദ്ധമായ ദീന് മുറുകെ പിടിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് അമ്പിയാക്കൾ ഈ ഭൂമി ലോകത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ നേതാവായി നാളെ മഹ്ശറിലെത്തുമ്പോ എല്ലാ മുർസലീങ്ങളും ചിലപ്പോ ഈ രൂപത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോ നമ്മളൊക്കെ വലിയ പ്രതീക്ഷയിലാണ്. ആ ഹബീബായ തങ്ങൾ ഉമ്മത്തികളാണ് ഞമൊക്കെ. അതുകൊണ്ട് ഞാനും നിങ്ങളും ആ തങ്ങൾ പറഞ്ഞ ആ പരിശുദ്ധമായ ദീന് യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത രൂപത്തിൽ സുന്നത്ത് ജമാഅത്താകുന്ന ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന്, പ്രത്യേകിച്ച് നമ്മുടെ സംഘടനയാകുന്ന SSF, SYS, മുസ്ലിം ജമാഅത്ത് തുടങ്ങിയിട്ടുള്ള നമ്മുടെ സംഘടന ഇന്ന് നമുക്ക് നമ്മുടെ പരിസരങ്ങളൊക്കെ അറിയുന്നവർക്ക് അറിയും ഏത് രൂപത്തിലാണ് മഹാനായ താജുൽ ഉലമ ഉസ്താദും അതുപോലെ സുൽത്താനുൽ ഉലമ ഉസ്താദും തുടങ്ങിയ മഹത്തുക്കളായ ആളുകൾ അവർ കാണിച്ച ആ ധീരമായ ശബ്ദം, ആ
ആ ധീരമായ ആ ഉറച്ചു നിൽപ്പ്, അതാണ് ഇന്ന് നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഹക്കാണ്, അല്ലെങ്കിൽ അതാണ് ശരി എന്ന രൂപത്തിൽ നമുക്ക് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള സംഘടനാ പ്രവർത്തനങ്ങളുമായി എല്ലാ മുഅ്മിനീങ്ങളും, പ്രത്യേകിച്ച് ഉമ്മമാരൊക്കെ നിങ്ങളെ മക്കളെയൊക്കെ ഈ സംഘടനയിൽ സജീവമാക്കിക്കൊണ്ട് നിങ്ങളൊക്കെ സഹകരിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, നിന്റെ മഹദായ ഫള് കൊണ്ട്, ഈ പരിശുദ്ധ ശഅബാന്റെ ബറക്കത്ത് കൊണ്ട്, ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ചൊല്ലിയ മഹത്തായ മഹദറത്തുൽ ബദരിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആന നീ ഖബൂലാക്കണം റഹ്മാനെ, സ്വീകരിക്കണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകൾ, കുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് മാഫ് നൽകണേ റഹ്മാനെ, നീ മാഫ് നൽകണേ റഹ്മാനെ. ഞങ്ങളെ ഖൽബ് നീ ശുദ്ധീകരിച്ചു തരണേ റഹ്മാനെ. ഖൽബിലുള്ള എല്ലാ മോശം ചിന്തകൾ നീ മാറ്റി തരണേ അല്ലാഹ്. പ്രത്യേകിച്ച് കിബറിൽ നിന്നും എല്ലാവിധ ദുഷിച്ച ചിന്തകൾ ഞങ്ങളെ നീ സലാമത്താക്കണേ റഹ്മാനെ. ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഈ പള്ളിയുടെ ഖബർസ്ഥാനിലടക്കം കിടക്കുന്ന ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. അവരെ ഖബർ ജീവിതത്തിൽ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ മാതാപിതാക്കൾ, ഞങ്ങളെ ഉസ്താദന്മാർ, ഞങ്ങളെ മശായിഖന്മാർ, ഞങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നീ നൽകണേ അല്ലാഹ്. പടച്ചവനെ, 2 കിഡ്നിയും നഷ്ടപ്പെട്ടു പോയി, ഡയാലിസിലേക്ക് ഡോക്ടർമാർ നിർദ്ദേശിച്ചവരടക്കം ഞങ്ങളോട് ദുആ കൊണ്ട് പറഞ്ഞവരിൽ പലരും ഉണ്ട് റബ്ബേ. മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് എല്ലാവർക്കും നീ പരിപൂർണ ആഫിയത്ത് നീ നൽകണേ റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് സലാമത്താക്കണേ അല്ലാഹ്, നീ സലാമത്താക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. നീ തന്ന ആഫിയത്തും ആരോഗ്യവും ഒക്കെ മരിക്കുന്നത് വരെ നീ നിലനിർത്തണേ റഹ്മാനെ. ഞങ്ങളെ ജോലിയിലും ഞങ്ങളെ മക്കളിലും ഞങ്ങളെ ബിസിനസ്സുകളിലും ഞങ്ങളെ കുടുംബങ്ങളിലൊക്കെ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. പ്രത്യേകിച്ച് പരീക്ഷയൊക്കെ അടുത്ത് വന്നിട്ടുണ്ട് റഹ്മാനെ. സ്കൂളും മദ്രസയും നന്നായി പഠിക്കാനുള്ള കഴിവ് നൽകണേ റഹ്മാനെ. നല്ല നിലക്ക് പരീക്ഷ എഴുതാനുള്ള നല്ല ഓർമ്മശക്തി നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെ സ്വന്തം മക്കൾ, ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന മക്കൾ, ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മക്കൾ, അല്ലാഹു എല്ലാവർക്കും നല്ല വിജയം നീ നൽകണേ റഹ്മാൻ, നല്ല മാർക്ക് നീ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാവർക്കും മരിക്കുന്നത് വരെ നിന്റെ ത്വാഅത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ. ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് സാമ്പത്തികമായും ശാരീരികമായും മാനസികമായി ദിവസങ്ങളോളം ഇതിനു വേണ്ടി അധ്വാനിച്ചവർ അവരൊക്കെ നിനക്കറിയുമല്ലോ റഹ്മാനെ. അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ മഹല്ലത്തിലുള്ള ഓരോ കുടുംബാംഗങ്ങൾക്കും നീ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. മഹാന്മാരെ അനുസ്മരിക്കുന്ന ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവരുടെയും ദോഷങ്ങൾ നീ പൊറുക്കണേ റഹ്മാനെ. കടം കൊണ്ട് വിഷമിക്കുന്നവരുടെ കടങ്ങളൊക്കെ വീട്ടി കൊടുക്കണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് നീ ഖൈറായ ജോലി നൽകണേ അല്ലാഹ്. ഉള്ള ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണേ അല്ലാഹ്. വീടിന്റെ പണികളൊക്കെ പകുതിയുള്ളത് നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. വിവാഹപ്രായമെത്തിയാണ് പെണ്ണിന് അനുയോജ്യരായ ഇണകളെ നീ നൽകണേ അല്ലാഹ്. നിശ്ചയിച്ച വിവാഹങ്ങൾ ആ സമയത്ത് തന്നെ നല്ല റാഹത്തിനായി നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. മക്കളില്ലാത്ത വിഷമിക്കുന്നവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. ഗർഭിണികളായ സഹോദരിമാർക്ക് നീ സുഖപ്രസവം നൽകണേ റഹ്മാനെ. ഞങ്ങൾക്കൊക്കെ നൽകിയ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. പരിശുദ്ധമായ ഉംറ യാത്ര ഉദ്ദേശിച്ച് യാത്ര പോയവരും പോകാൻ ഉദ്ദേശിക്കുന്നവർ എല്ലാവരുടെയും ഉംറ നീ സ്വീകരിക്കണേ റഹ്മാനെ. മഖബൂലും മബ്റൂറുമാക്കണേ അല്ലാഹ്. സിയാറത്ത് മർദിയായ നിലക്ക് ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, അടുത്ത വർഷത്തേക്ക് ഹജ്ജിന് വേണ്ടി ഒരുങ്ങിയവരുണ്ട് റഹ്മാനെ.
നീ നല്ല നിലക്ക് സന്തോഷത്തോടുകൂടി യാത്ര ചെയ്ത് ഇബാദത്തുകൾ ചെയ്ത് വരാൻ നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. ആരെല്ലാം ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ടോ അവരൊക്കെ ഞങ്ങൾ ദുആയിൽ നീ പെടുത്തണേ റഹ്മാനെ. ഞങ്ങളെ ഉലമാക്കൾക്കും സാദാതീങ്ങൾക്കും ഉമറാക്കൾക്കും പ്രവർത്തകർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരും നിന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. പ്രത്യേകിച്ച് നമ്മൾ ഫസൽ മീഡിയന്റെ മദനി ഉസ്താദ് എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് ഉറൂസിനും മറ്റും നല്ല നിലക്ക് പ്രവർത്തിക്കുന്നു, നീ കബൂലാക്കണേ റഹ്മാൻ. പ്രത്യേകിച്ച് നാട്ടുകാരൻ കൂടിയാണ്, ഖൈറിയറ്റി കൊടുക്കണേ റഹ്മാൻ. അതുപോലെ ലൈറ്റും സൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്ത അവർക്കും നീ നല്ല ബറക്കത്ത് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.